ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും വീട്ടിൽ മഴയൊക്കെ പെയ്തില്ലേ? എല്ലായിടത്തും മഴയൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യമാണല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പിന്നെ എന്താ പറയുക, പറമ്പിലും അതുപോലെ തോടുകളിലും ഒക്കെ നല്ലപോലെ വെള്ളം എത്താൻ പാകത്തിനുള്ള മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിസരമൊക്കെ ചുറ്റുപാടും എന്താ പറയുക, ചപ്പൊക്കെ കൊണ്ട് നിറഞ്ഞ് ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം കേട്ടോ. അപ്പോൾ ഞാനതാണ് വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വന്നാൽ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പിള്ളേരൊക്കെ ഓടിക്കളിക്കുന്ന സ്ഥലമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി തൂമ്പയെടുത്ത് കുറേ ചപ്പ് ചവറുകളൊക്കെ വലിച്ചു നീക്കി ഒരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മൾ നടക്കുന്ന വഴിയല്ലേ, വൃത്തിയാക്കിയില്ലെങ്കിൽ പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച്. കണ്ണി കണ്ട അട്ടയും പാമ്പും അതും ഇതൊക്കെ തേളും ഒക്കെ പതുങ്ങിയിരിക്കൂലേ, അതുകൊണ്ട് ഞാനതൊക്കെ വൃത്തിയാക്കി കേട്ടോ. പിന്നെ ഒരു ചേമ്പിൻ്റെ മണ്ണെടുത്തു ചേമ്പിന്. അതുകൂടാതെ പിന്നെ തൂമ്പി അങ്ങനെ കിളയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ, എങ്കിലും ഞാൻ അറിയാവുന്ന പോലെ മണ്ണൊക്കെ കൂട്ടിയിട്ടു. നമുക്ക് ചേമ്പുണ്ടായാൽ തിന്നാലോ, അതുകൊണ്ട് അതും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാന്താരി മുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ നോട്ടോട്ട് വെച്ചതാണ്. കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ കുറച്ച് കാന്താരി മുളകൊക്കെ നല്ലതല്ലേ. അങ്ങനെ കാന്താരി മുളക് പറിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന കാഴ്ചയാട്ടോ. കുറച്ച് നീങ്ങി പോകണം കേട്ടോ. നമ്മുടെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കാന്താരി മുളകിൻ്റെ തൈ നട്ടേക്കണത്. അപ്പോൾ ഇത് പുതിയ റോഡ് വന്നേട്ടോ, പഞ്ചായത്തിൻ്റെ വക പുതിയ കട്ട് റോഡ് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് കാന്താരി മുളക് നിൽക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള കാന്താരി മുളകൊന്നും ഇല്ല കേട്ടോ, പക്ഷേ അതിനകത്ത് ഉള്ളത് നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ അത് പറിച്ച് നമുക്ക് കൂട്ടാത്തിനോ അല്ലെങ്കിൽ കപ്പയൊക്കെ തിന്നുമ്പോഴോ ചക്ക പുഴുക്കൊക്കെ വെക്കുമ്പോഴോ നമുക്ക് പറിച്ച് അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ വലിയ മോശമല്ലാത്ത എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 5-6 എനിക്ക് കിട്ടി. അങ്ങനെ ആ കാന്താരി മുളക് അതിൽ നിന്നുള്ളതെല്ലാം പറിച്ചുകൊണ്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരെണ്ണം നട്ടിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അതിനകത്തും അത്യാവശ്യം ഉണ്ടെന്ന് തോന്നണു. ഇവിടെയൊക്കെ ചപ്പും ചവറുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതൊക്കെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ സൈഡിലൊരു കുഞ്ഞു കാന്താരി മുളക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ കാന്താരിക്കൊടിയിൽ കുറച്ചുണ്ടെന്ന് തോന്നണം. 2-3 കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്താൽ നമുക്ക് പിന്നെയും കുറച്ചും കൂടി കിട്ടൂലേ. അങ്ങനെ ഞാൻ അതൊക്കെ പറിച്ചു. കണ്ടോ, കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നും ഇങ്ങനെ കാന്താരിയിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ ഉണ്ടാവണില്ല. പിന്നെ എന്തെങ്കിലും വളമൊക്കെ ചെയ്യുമ്പോഴല്ലേ, ഞങ്ങളങ്ങനെ വളമൊന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളവും കഞ്ഞിയുടേതൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കാന്താരി മുളക് പറിച്ച് വെച്ച് ഞാൻ നേരെ ഞങ്ങളുടെ പാറു ഒച്ചയാക്കുന്ന കണ്ടിട്ട് നേരെ കുറച്ച് മാമ്പഴം മുറിച്ചിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെയാട്ടോ, താഴത്തെ മുറ്റത്താണ് പാറുവിൻ്റെ കൂട് വെച്ചേക്കണത്. അപ്പോൾ അവളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ വരുന്ന എന്തോ പാത്രത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചെറിയ മാമ്പഴത്തിൻ്റെ കഷ്ണം കൊടുത്ത് അവൾക്ക് കൊടുത്തപ്പോൾ അവൾ സന്തോഷമായിട്ട് നീങ്ങി വാങ്ങിച്ചു കേട്ടോ. അവൾക്ക് എന്ത് കൊടുത്താലും ഇഷ്ടമാണ്. സാധാരണ നമ്മുടെ നായ്ക്കൾ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കൂലല്ലോ, പക്ഷെ നമ്മുടെ പാറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കഴിക്കും കേട്ടോ. അവൾക്ക് എന്ത് സാധനം കൊടുത്താലും നമ്മളെന്താണോ കഴിക്കണേ അതെല്ലാം അവൾക്ക് പാസ്സാണ്. അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് മാമ്പഴം മുറിച്ചിട്ട് അവളുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. എന്നാൽ സമയം പോലെ തിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തും പോയി മണത്ത് നോക്കി. പിന്നെ വീണ്ടും ചാക്കിനകത്ത് ഇട്ട് കൊടുത്ത മാമ്പഴത്തിലേക്ക് തിരിഞ്ഞു കേട്ടോ. നമ്മൾ ചാക്കിട്ട് കൊടുത്ത എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഈ പലക പഴയതാണ്. അപ്പോൾ അതിനകത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ എല്ലാം പോവും. അതുകൊണ്ടാണ് ചാക്ക് വിരിച്ചു കൊടുത്തത്. അപ്പോൾ മാങ്ങ ചാടുന്ന ഒച്ച കേട്ട് പോയി നോക്കി. അപ്പോൾ ഒരു പച്ച മാങ്ങയാട്ടോ കിട്ടിയത്. അപ്പോൾ മോൾ ആ പച്ചമാങ്ങ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അത് പൂളി അതിനകത്ത് മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ ഈ യൂട്യൂബിലൊക്കെ എപ്പോഴും തന്നെ കാണുന്നതല്ലേ, മാങ്ങയെല്ലാം തുരന്നിട്ട് അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്താ പറയുക ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തിന്നുന്നത്. അപ്പം ഞാനെന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മാങ്ങയുടെ സൈഡൊക്കെ പുളിയെടുത്ത് കടിച്ച് തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര പുളിയാട്ടോ. നമ്മുടെ വീട്ടിലെ സ്വന്തം മാങ്ങയാട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ 2 മാവുണ്ട്. അതിനകത്ത് അത്യാവശ്യം മാങ്ങയുണ്ട്. നമ്മുടേതായ ആവശ്യങ്ങൾക്കുള്ള മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ചു. അതിൻ്റെ ഉള്ളിലപ്പോൾ ഒരാൾ അകത്തേക്ക് ഓടിയിട്ടാണ് മുളക് പൊടിയും അതുപോലെ ഉപ്പും വെളിച്ചെണ്ണയും ഇട്ടിട്ട് വരാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നു. അങ്ങനെ എന്നോട് തന്നെ മിക്സ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ മിക്സ് ചെയ്ത് അതിനകത്ത് മാങ്ങയ്ക്കുള്ളിൽ തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ കഴിക്കാറില്ല കേട്ടോ. സാധാരണ മാങ്ങ അരിഞ്ഞിട്ട് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് നമുക്ക് ചോറ് തിന്നുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അല്ലാതെ ഈ പിള്ളേർ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ട ഒരു മാങ്ങ കിട്ടിയതല്ലേ, എന്നാൽ അതിൽ കുറച്ച് തേച്ച് പിടിപ്പിച്ച് നമുക്കൊന്ന് അടിച്ച് ചതച്ച് കഴിക്കാം എന്ന് മൂത്ത മോള് പറഞ്ഞതുകൊണ്ട് ഞാൻ
അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലായിടത്തും നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. അപ്പം മോളിങ്ങനെ വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് അവൾക്ക് ചിരി വരുക. കാരണം മറ്റോള് വീഡിയോ പിടിക്കുന്ന കണ്ടിട്ട് ഇവളെ കണ്ണൊക്കെ തുറച്ചിങ്ങനെ പേടിപ്പിക്കുകയാണ്, ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ പറഞ്ഞ പോലെ ചിരിച്ചിട്ടും കാര്യമില്ല, നമ്മളെപ്പോൾ ഒരുപോലെ തന്നെയാണ് വീഡിയോൻ്റെ മുമ്പിലും സാധാരണ രീതിയിലും എല്ലാം ഒരുപോലെ തന്നെ. ഇപ്പോൾ ചേച്ചിമാരുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഇത് കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ അവരാണെങ്കിലും ഇങ്ങനെ ചതച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയാം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ കഴിക്കും പോലെ കഴിക്കുമെന്നല്ലാതെ ഇങ്ങനെ ചതച്ചൊന്നും ഞാനും കഴിച്ചിട്ടില്ല. അങ്ങനെ ചതച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തൊട്ട് പറ്റി നോക്കിയപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ മസാലയ്ക്ക് നല്ല. അപ്പോൾ അതേ കടിച്ച് തിന്നാനുള്ളൊരു വായിൽ വെള്ളം വന്നു. അപ്പോൾ ഞാൻ എന്തേ കടിച്ച് തിന്നാൻ നോക്കിയിട്ടോ. അപ്പോൾ ലേശം കടിച്ച് തിന്നും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവുണ്ട്. അതിൻ്റെ മൂക്കിലേക്ക് അതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കത് തിന്നാൻ തോന്നും. അങ്ങനെ അത് തുണിയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതേ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ആ സഞ്ചി തന്നെ ഒന്ന് അടിക്കാമെന്ന് പറഞ്ഞാൽ പിള്ളേരെയും വിളിച്ചത് തൊട്ടപ്പുറം കല്ലിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അടിച്ച് നല്ലോണം പൊട്ടിച്ചു കിട്ടും. പിന്നെ ഒരുപാട് പൊട്ടിച്ചാൽ കൂട് കീറി പുറത്തേക്ക് വരില്ലേ, അവിടെ ഒരുപാട് അങ്ങനെ ചതച്ചില്ല. അപ്പോൾ ആ പാത്രത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പുറകുവശത്ത് വന്നിരുന്ന് അതിനകത്ത് കുടഞ്ഞിട്ട് നോക്കി കേട്ടോ. എല്ലാം അത്യാവശ്യം പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ ഒരു കഷ്ണം വായിലെടുത്ത് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മുളകിൻ്റെയും ഉപ്പിൻ്റെയും അതുപോലെ വെളിച്ചെണ്ണയുടെയും ഒക്കെ ടേസ്റ്റ് കൂടുമ്പോൾ നല്ല രസമല്ലേ മാങ്ങ. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കൂടി ഞാനും കൂടി തിന്നു കേട്ടോ. നല്ല ഒരു എന്താ പറയുക, സന്തോഷമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വിശേഷമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ.